പാകിസ്ഥാന്റെ നിയമവിരുദ്ധ അധിനിവേശത്തിന് കീഴിലുള്ള ജമ്മു കാശ്മീരിൽ സമാനതകളില്ലാത്ത ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ആളിപ്പടരുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ചൂഷണങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ആരംഭിച്ച സമാധാനപരമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ പാക് ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. നിലവിൽ പ്രതിഷേധം ഒരു മാസത്തിലേക്ക് കടക്കുമ്പോൾ പാക് ഭരണകൂടം ഏർപ്പെടുത്തിയ ക്രൂരമായ അടിച്ചമർത്തലുകളും സാമ്പത്തിക ഉപരോധങ്ങളും കാരണം അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ കടുത്ത പട്ടിണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 ആഴ്ചയിലധികമായി തുടരുന്ന ഭക്ഷ്യസാധനങ്ങളുടെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും ക്ഷാമം മൂലം ജനജീവിതം ദുസ്സഹമായതോടെ അതിർത്തിക്കപ്പുറമുള്ള ഇന്ത്യയോടും ജമ്മുവിലെ സഹോദരങ്ങളോടും പരസ്യമായി സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കേവലം സബ്സിഡികൾക്ക് വേണ്ടിയുള്ള ഒന്നല്ല, മറിച്ച് പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ ഭരണത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ. ഈ ജനകീയ മുന്നേറ്റത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ പ്രധാന കാരണം അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രമുഖ നേതാവായ ഷൗക്കത്ത് നവാസ് മീറിനെ പാക് സുരക്ഷാ ഏജൻസികൾ ക്രൂരമായി വേട്ടയാടി അറസ്റ്റ് ചെയ്തതാണ്. ജനങ്ങളുടെ പ്രതിഷേധ വീര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാക് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തുന്ന തെരച്ചിലിലാണ് ഇദ്ദേഹത്തെ തടവിലാക്കിയത്. ഇതോടൊപ്പം 600-ലധികം മനുഷ്യാവകാശ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും വിവിധ ജില്ലകളിൽ നിന്നായി പാക് ഭരണകൂടം തടവിലാക്കിയിട്ടുണ്ട്. ഭീകരവിരുദ്ധ നിയമപ്രകാരം ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ പാകിസ്ഥാൻ നിരോധിച്ചതും ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. മുസാഫറാബാദ്, രാവിലാക്കോട്ട്, മിർപൂർ, ഡാഡ്വാൽ തുടങ്ങിയ 10ഓളം ജില്ലകളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി സമാധാനപരമായ വെളുത്ത പതാകകളേന്തി പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം പതിനായിരങ്ങളാണ് ഈ ജനകീയ മുന്നേറ്റത്തിൽ അണിനിരന്നിട്ടുള്ളത്. പലയിടങ്ങളിലും സമാധാനപരമായി പ്രതിഷേധിച്ച ജനങ്ങൾക്ക് നേരെ പാക് സുരക്ഷാ സേന വെടിയുതിർക്കുകയും കടുത്ത അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തതായി ആക്ടിവിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. വെടിയുണ്ടകൾ കൊണ്ട് തങ്ങളുടെ അവകാശ പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സമരസമിതി നേതാക്കൾ ഇസ്ലാമാബാദിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാക് അധികൃതർ മേഖലയിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെയും വിശേഷിച്ച് ഗോതമ്പ് മാവിന്റെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പട്ടിണിക്കിട്ട് തോൽപ്പിക്കാനും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള പാക് സൈന്യത്തിന്റെ ബോധപൂർവമായ കൃത്രിമ ഉപരോധമാണിതെന്ന് പ്രമുഖ ആക്ടിവിസ്റ്റായ അംജദ് ആയൂബ് മിർസ ചൂണ്ടിക്കാണിക്കുന്നു. യാത്രാ സൗകര്യങ്ങൾ നിഷേധിക്കുകയും ഇന്റർനെറ്റ് വിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തതോടെ അധിനിവേശ കാശ്മീരിലെ ജനജീവിതം പൂർണ്ണമായും ഒരു തടവറയ്ക്ക് സമാനമായി മാറിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരുടെ ഒത്തുചേരലുകളെയും സമാധാനപരമായ ഇരിപ്പ് സമരങ്ങളെയും നിരീക്ഷിക്കാൻ പാക് സൈന്യം നിരന്തരമായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വരാനിരിക്കുന്ന പ്രാദേശിക തദ്ദേശീയ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ ജനകീയ നേതാക്കൾ ആഹ്വാനം ചെയ്തത്. തങ്ങളുടെ അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുകയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് ഒരു തരത്തിലും സഹകരിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ മുതിർന്ന നേതാവായ സർദാർ അമൻ ഖാൻ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ജമ്മു കാശ്മീരിലെ പുഞ്ച്, രജൌരി, ദോഡ, മെന്ദാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങളോട് പരസ്യമായി സഹായം അഭ്യർത്ഥിക്കുന്നത് കാണാം. തങ്ങൾ കടുത്ത റേഷൻ ക്ഷാമവും മരുന്ന് ക്ഷാമവും നേരിടുകയാണെന്നും അതിർത്തിക്കപ്പുറമുള്ള സഹോദരങ്ങൾ തങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം വൈകാരികമായി ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി നിലനിൽക്കുന്ന വെടിനിർത്തൽ രേഖ അഥവാ നിയന്ത്രണ രേഖ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നും ഭാരതവുമായി വീണ്ടും ഒന്നിക്കണമെന്നുമുള്ള ജനങ്ങളുടെ തീവ്രമായ ആഗ്രഹമാണ് ഈ വാക്കുകളിൽ വ്യക്തമാകുന്നത്. നിയന്ത്രണ രേഖയിലേക്ക് മാർച്ച് ചെയ്യണമോ എന്ന് അദ്ദേഹം ജനക്കൂട്ടത്തോട് ചോദിക്കുമ്പോൾ വലിയ ജനസാഗരം ഒരേ സ്വരത്തിൽ അതിനെ അനുകൂലിച്ച് ആർത്ത് വിളിക്കുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. പാകിസ്ഥാന്റെ ക്രൂരതയ്ക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ തങ്ങൾ മടിക്കില്ലെന്നും വെടിയുണ്ടകൾ കൊണ്ടാണ് തങ്ങളെ നേരിടുന്നതെങ്കിൽ തങ്ങളുടെ പക്കലും മറ്റ് പ്രതിരോധ വഴികളുണ്ടെന്നും പാക് ഭരണകൂടത്തിന് ഖാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങൾ അടിമകളല്ലെന്നും അന്തസ്സുള്ള മനുഷ്യരാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ തെരുവുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മേഖലയെ നിശ്ചലമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അന്തിമ സമരം ആരംഭിക്കുമെന്നാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇസ്ലാമാബാദിന് നൽകിയിരിക്കുന്ന 48 മണിക്കൂറിന്റെ അന്ത്യശാസനം. തങ്ങളുടെ 38 ആവശ്യങ്ങളടങ്ങിയ കരാർ പൂർണ്ണമായി നടപ്പിലാക്കുന്നതുവരെ സമരം തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാക് ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കും സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിനുമെതിരെ നേരിട്ട് സാക്ഷികളാകാൻ ഐക്യരാഷ്ട്രസഭ, OIC, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവരെ അവർ ഔദ്യോഗികമായി മേഖലയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സാധാരണയായി പാകിസ്ഥാൻ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ദിനങ്ങൾ ഇത്തവണ പാകിസ്ഥാനെതിരെയുള്ള ആഗോള പ്രതിഷേധ വേദികളായി മാറി എന്നത് ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ്.
ലണ്ടൻ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രമുഖ നഗരങ്ങളിൽ പാക് വിരുദ്ധ പ്രകടനങ്ങൾ നടന്നു വരികയാണ്. ഇന്ത്യയിലെ നാഷണൽ ആന്റി ടെററിസം ഫണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കുകയും അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു. അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ഈ സ്വാഭാവികവും ന്യായവുമായ മുന്നേറ്റത്തെ അടിച്ചമർത്താൻ പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി തങ്ങളുടെ പരമ്പരാഗതമായ കുപ്രചരണ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ചാര സംഘടനകളാണെന്നാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക ആരോപണം. എന്നാൽ ജനങ്ങൾ നേരിടുന്ന പട്ടിണിയും ഭരണകൂട പീഡനങ്ങളും മറച്ചുവെക്കാനുള്ള പാകിസ്ഥാന്റെ പരാജയപ്പെട്ട ശ്രമം മാത്രമാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പാകിസ്ഥാന്റെ കടുത്ത നടപടികളെയും കൂട്ട അറസ്റ്റുകളെയും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സമാധാനപരമായ കൂട്ടം കൂടാനുള്ള അവകാശത്തെ പാകിസ്ഥാൻ ധ്വംസിക്കുകയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളുടെ മുഖംമൂടിയാണ് ഈ ജനകീയ വിപ്ലവത്തിലൂടെ അഴിഞ്ഞു വീഴുന്നത്. അധിനിവേശ കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ശക്തമായ സന്ദേശമാണ് ഈ സമരം ലോകത്തിന് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.